ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്പൈഡർമാൻ തീമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. പല രീതിയിലും ഇത് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിനായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നവരുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് അളവിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇതൊന്ന് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 6 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കൊക്കോ പൗഡറൊക്കെ ചേർന്ന കേക്ക് നന്നായിട്ട് അരിച്ചെടുക്കന്നെ വേണം. ഒരു 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുന്നത് എന്തായാലും നല്ലതാണ്. അപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം അരിച്ചെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് മാവിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടെ അരിച്ചെടുക്കും. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഈ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം, തണുപ്പുള്ള മുട്ട എടുക്കരുത്. ഇതിലേക്ക് മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. മുട്ടയും വാനില എസൻസും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു ബബിൾസ് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ അതൊന്ന് ബീറ്റായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളറിലായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഡ്രോപ്പ് ബട്ടർ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബട്ടർ എസൻസ് ഒക്കെ ഈ മുട്ടയുടെ ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഓയിലൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടുതൽ സമയം ഇട്ടിട്ട് ബീറ്റ് ചെയ്യണ്ട. എല്ലാ ഭാഗത്തും ഓയിലൊന്ന് എത്തിയാൽ മാത്രം മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പൊടി ആദ്യം ഒരു പ്രാവശ്യം അരിച്ച് വെച്ചതാണ്. ഇനി ഒന്നും കൂടി ഞാൻ ഈ അരിപ്പിലൂടെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും. നമ്മളത് കൊക്കോ പൗഡർ കൂട്ടിയ പൊടി ആയതുകൊണ്ട് കുറച്ചധികം തന്നെ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് മിക്സ് ആയതിനു ശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്ന് ഞാൻ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ഇതുപോലെ ഒരു ബട്ടർ പേപ്പറൊക്കെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ കൺവെൻഷൻ ഓവനിൽ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 150 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അല്ലാതെ ഇനി കുക്കറിൽ വേണമെങ്കിലോ ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിലോ ഒക്കെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഇത് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ അതാ ഞാൻ ഓവനിൽ വെച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു നടുക്കൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോൾ കേക്കിൽ മാവൊന്നും ഒട്ടും പറ്റി പിടിക്കുന്നില്ല. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കേക്ക് കട്ട് ചെയ്യുന്ന സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം, അല്ലെങ്കിൽ ക്രീം ലൂസായി പോവും. കേക്ക് ഞാനിവിടെ ചൂടാറിയതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇത് 3ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കേക്ക് ബേസിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്, കേക്ക് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയർ കേക്കും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുക്കുക. ഈ മൂന്നാമത്തെ ലെയർ ഞാൻ ഏറ്റവും അടിയിൽ വരുന്ന ആ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടിയിൽ വരുന്നതാകുമ്പോൾ കുറച്ചും കൂടെ ലെവലായിട്ടൊന്ന് നിൽക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് നനച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് നനച്ച് കൊടുത്ത ശേഷം കേക്കിനെ ഫുള്ളായിട്ടൊന്ന് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഒരുപാടങ്ങ് ഫിനിഷിങ് വരുത്തുന്നില്ല. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ജെല്ലൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് അത്രക്കങ്ങ് ഫിനിഷിങ് വരുത്തണമെന്നില്ല. സൈഡ് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീമൊക്കെ ഞാൻ ഒരുവിധം സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വക്ക് ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക. എന്നാലേ നമ്മളത് ജെല്ലൊക്കെ ഒഴിക്കുമ്പോൾ ആ കറക്റ്റ് ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നത്. ഇനി നമുക്കത് ഫ്രീസറിൽ വെക്കാം. ഒരു അരമണിക്കൂർ എന്തായാലും ഒന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ജെല്ല് തയ്യാറാക്കാം. അപ്പോൾ ജെല്ല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും. അത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചപ്പോൾ തന്നെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇതിലേക്ക് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലേവർ നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നേരിട്ടാണെങ്കിൽ നമ്മളിത് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സൂപ്പർ റെഡിൻ്റെ ജെൽ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കളറിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കണം. ഈ സ്പൈഡർമാൻ്റെ വെബ് വരയ്ക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മെൽറ്റാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മെൽറ്റാക്കി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള അതേ ജെല്ലിൽ ബ്ലാക്ക് കളർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് ബ്ലാക്ക് കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് എടുത്തത്. ഈ കേക്കിനെ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സെൻറ്റർ. ഈ കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് കൊണ്ട് ആദ്യം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റിൽ ഒരു 1/2 ടീസ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് മെൽറ്റാക്കി എടുത്തത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ടയായി പോവില്ല. അല്ലെങ്കിൽ ജെല്ലിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ എൻ്റെ അടുത്ത് കളർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. ഇത് വരച്ച് കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ അതിനുശേഷം ഈ ജെല്ല് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവരുത്. ആ ഒരു സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം.
എല്ലാ ഭാഗത്തും ആക്കി കൊടുത്ത ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടും ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെബ് വരച്ചു കൊടുക്കുന്നത്. അപ്പം ഇത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ചോക്ലേറ്റ് കൊണ്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സമയത്തേക്കുള്ളത് മാത്രം മെൽറ്റാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായി പോവും. അപ്പോൾ ഞാനിത് ഫസ്റ്റ് വരച്ചു കൊടുത്തപ്പോൾ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഇതുപോലെ ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പൈഡർമാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.